ഇന്ന് നമ്മൾ ഡബിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യുന്നു നോക്കാം. ഫസ്റ്റ് ഞാന് ഹൂക്കിൻ്റെ അകത്തേക്ക് ഇടാം. പിന്നെ ചെയിൻ 25. അപ്പോൾ ചെയിൻ 25 1 2 3 4 ഇങ്ങനെ ചെയിന് 25 ഇടാം. ഇപ്പോൾ എനിക്ക് 25 ചെയിൻ കിട്ടി. 25 ചെയിൻ ഞാൻ ചെയ്തു. അപ്പോൾ എനിക്ക് 26 ഡബിൾ ക്രോഷ്യ വേണം. അപ്പോൾ ഞാൻ 25 ചെയിൻ പ്ലസ് 3 ചെയിൻ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 10 ഡബിൾ ക്രോഷ്യ വേണമെങ്കിൽ 9 ചെയിൻ ഇടുക ആൻഡ് പ്ലസ് 3. നിങ്ങൾക്ക് 15 ചെയിൻ വേണമെങ്കിൽ 14 ചെയിൻ ഇടുക പിന്നെ പ്ലസ് 3 ചെയിൻ. അപ്പോൾ ഞാനിപ്പോൾ പ്ലസ് 3 ചെയിൻ ആഡ് ചെയ്യുന്നു. 1 2 and 3. ഓക്കെ, ഇപ്പോൾ ഡബിൾ ക്രോഷ്യ ഈ ഫോർത്ത് ചെയിനിലാണ് ഡബിൾ ക്രോഷ്യ ഇടാൻ പോകുന്നത്. അപ്പോൾ കൗണ്ട് എങ്ങനെ ചെയ്യുന്നത്? ഈ ഹൂക്കിലുള്ള യാനെ കൗണ്ട് ചെയ്യുന്നില്ല. അതിൻ്റെ ഡൗൺ സൈഡിലുള്ള ഇത് ഫസ്റ്റ് ചെയിൻ, ദിസ് വൺ ഫസ്റ്റ് ചെയിൻ, സെക്കൻഡ് ചെയിൻ, തേർഡ് ചെയിൻ ആൻഡ് ഫോർത്ത് ചെയിൻ. ഇപ്പോൾ നമ്മൾ ഫോർത്ത് ചെയിനിൽ ഡബിൾ ക്രോഷ്യ ഇടുന്നു. ഡബിൾ ക്രോഷ്യ എങ്ങനെ ഇടാം? ഫസ്റ്റ് യാൻ ഓവർ ചെയ്യുക ഹൂക്കിലേക്ക്. ഇപ്പോൾ ഹൂക്കിൽ 2 യാനുണ്ട്, 2 യാൻ ലൂപ്പുണ്ട്, 1 and 2. ഇതിന് ഈ ഫോർത്ത് ചെയിനിൻ്റെ മിഡിൽ, ഇപ്പോൾ ചെയിൻ്റെ മിഡിലായിട്ട് അതിൻ്റെ മിഡിലിടാം. ഓക്കെ, യാൻ ഓവർ ചെയ്യുക, എന്നിട്ട് എടുത്തുകൊണ്ട് വരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ 3 ഉണ്ടാവും ഹൂക്കിൽ. 3 ശ്രദ്ധിക്കുക, യാനെ ഇങ്ങനെ കുറേ മുകളിലോട്ട് വലിച്ചു വരുത്, കുറച്ച് ലൂസിലായിട്ട് അടുത്ത് തന്നെ ഉണ്ടാവണം. അപ്പോൾ ഹൂക്കിൽ ഇപ്പോൾ 1 2 and 3. ഇപ്പോൾ ഞങ്ങൾക്ക് 3 യാൻ ഉണ്ട്, ഹൂക്കിൽ 3 യാൻ ലൂപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാം? യാൻ ഓവർ ചെയ്യുക, എന്നിട്ട് 2 എടുക്കുക. ഇത് 2 ആദ്യം എടുക്കുക, 1 and 2. അപ്പോൾ 2 എടുത്തു. പിന്നെയും ഈ ഹൂക്കിൽ 2 ഉണ്ട്. ഈ ഹൂക്കിൽ 2 ലൂപ്പ് ഉണ്ട്, 1 and 2. അഗെയിൻ ഒരിക്കൽ കൂടി യാൻ ഓവർ ചെയ്യുക. ഇത് 2 എടുക്കുക, 1 and 2. രണ്ടും അകത്തേക്ക് എടുക്കുക. ഇപ്പോൾ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി. ഇതിനെ പറയും ഡബിൾ ക്രോഷ്യ. ഓക്കെ, അഗെയിൻ ഞാൻ കാണിക്കാം. ഇനി നെക്സ്റ്റ് ചെയിനിൽ ഈ എല്ലാ ചെയിനിൽ ഇങ്ങനെ ഡബിൾ ക്രോഷ്യ ഇട്ടുകൊണ്ട് പോവാം. ഈ ഫസ്റ്റ് ചെയിന് 3 ഉണ്ടല്ലോ, 1 2 3, ഇതിനെ ഞങ്ങൾ സ്റ്റിച്ചായി കൗണ്ട് ചെയ്യുന്നു. ഇത് ഡബിൾ ക്രോഷ്യ അല്ല, പക്ഷേ ഇവിടെ ഞങ്ങൾ ഇതിനെ ഡബിൾ ക്രോഷ്യ എന്ന് വിളിക്കുന്നു. ഓക്കെ, യാൻ ഓവർ ചെയ്യുക. ഇനി ഈ സ്റ്റിച്ചിൽ ചെയ്യുന്നില്ല, ഈ ചെയിനിൽ. നെക്സ്റ്റ് ചെയിനിൽ അതിൻ്റെ മിഡിലിൽ ഇൻസേർട്ട് ചെയ്യുക. ഹൂക്ക് ഇൻസേർട്ട് ചെയ്തു, യാൻ ഓവർ കൊണ്ടുവരാം. ഇപ്പോൾ 3 ഉണ്ട് ഹൂക്കിൽ, അതിനെ ഫസ്റ്റ് 2 എടുക്കുക, പിന്നെ റിമൈനിങ് 2, അതിനെ പിന്നെയും 2 എടുക്കുക. ഇതിന് ഡബിൾ ക്രോഷ്യ സെയിം. ഇത് ഇങ്ങനെ എല്ലാ ചെയിനിൽ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോവാം. വൺസ് അഗൈൻ ഞാൻ കാണിക്കാം. യാൻ ഓവർ, insert the hook into the chain and yarn over, pull through and yarn over again, yarn over, pull through 2 loop and yarn over and pull through
2 loop again. So ഇങ്ങനെ നമുക്ക് ഫുള്ള് ഇങ്ങനെ ചെയ്യാം. ഈ ലാസ്റ്റിൽ ഞാൻ കാണിക്കും. 24 ഡബിൾ ക്രോഷ്യ കിട്ടി. ഞാൻ ലാസ്റ്റ് വൺ ചെയ്തിട്ടില്ല. 24 ഡബിൾ ക്രോഷ്യ പ്ലസ് ഈ 3 ചെയിൻ, സോ 26 സ്റ്റിച്ചസ് നമുക്ക് കിട്ടി. ഓക്കെ, ലാസ്റ്റ് ചെയിനിൽ ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് റോ 2 പോകുമ്പോൾ ഞങ്ങൾ ഇതിന് ചെയിൻ 3 ചെയ്യണം. 1 2 and 3 ചെയിൻ 3 ചെയ്യാം. എന്നിട്ട് ഈ വർക്കിനെ ഇതിനെ ടേൺ ചെയ്യുക. ടേൺ എങ്ങനെ ചെയ്യുന്നത്? ഇതിനെ ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ ചെയ്യുന്നതിന് ടേൺ ചെയ്യുന്നു എന്ന് പറയും. ഈ ഫസ്റ്റ് റോ ഇപ്പം ഇങ്ങനെയാണുള്ളത്. ഇതിനെ ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ ടേൺ ചെയ്യാം. ഇതാണ് ടേണിങ്. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ ബാക്ക് സൈഡിലാണ് വന്നിട്ടുള്ളത്. ഇനി ബാക്ക് സൈഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ ചെയിൻ 3നെ ഞങ്ങൾ സ്റ്റിച്ചായി കൗണ്ട് ചെയ്യുന്നു. ചെയിനിനെ സ്റ്റിച്ചായി കൗണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റിച്ചിനെ ഇങ്ങനെ വലിച്ച് നോക്കിയാൽ ഈ സ്റ്റിച്ച് ഗ്യാപ്പ് ഇവിടെ ഇതാണ് സ്റ്റിച്ച് ഗ്യാപ്പ്. ഇത് കാണുന്ന ഗ്യാപ്സാണ് സ്റ്റിച്ച് ഗ്യാപ്പ്. ഇപ്പം നിങ്ങളുടെ ഹൂക്കിൻ്റെ സൈസും യാൻ്റെ സൈസും ചെറുതായാൽ ഇത്ര നന്നായിട്ട് ഗ്യാപ്പൊന്നും കാണില്ല. ഇപ്പം എൻ്റെ ഹൂക്ക് സൈസ് ആൻഡ് യാൻ സൈസ് 4 പ്ലേ ആയതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കാണുന്നുണ്ട്. ബട്ട് നിങ്ങളിൽ ഇങ്ങനെ വലിച്ചാൽ കാണാൻ പറ്റും. ഇതാണ് ഒരു സ്റ്റിച്ചിൻ്റെ പിന്നൊരു സ്റ്റിച്ചിൻ്റെ ഇടയിലുള്ള ഗ്യാപ്സ്. ഞങ്ങൾ ഇവിടെ ഈ ഗ്യാപ്സിൽ വർക്ക് ചെയ്യുന്നില്ല. ഇതാണ് ഫുൾ സ്റ്റിച്ച് ഡബിൾ ക്രോഷ്യ. ഇതിൻ്റെ മുകളിൽ ഇപ്പം ഞാനിവിടെ ഈ സ്റ്റിച്ചിൻ്റെ ഹെഡ് എന്ന് പറയും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇത് ഒരു ചെറിയ ഹോൾ കാണുന്നത് സ്റ്റിച്ച് ഗ്യാപ്പ്. അതിൻ്റെ മേളിലായിട്ട് ഒരു ചെറിയ ഹോൾ കാണുന്നത് സ്റ്റിച്ചാണ്. അത് ഞാനിവിടെ സ്റ്റിച്ച് ഹെഡ് എന്ന് പറയും. ഞങ്ങളിപ്പോൾ സ്റ്റിച്ച് ഈ ഹെഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ഈ ഹെഡിൽ ചെയ്യുന്നില്ല. ബിക്കോസ് ഞങ്ങൾ ഓൾറെഡി ഈ ചെയിൻ 3 ചെയ്തു കഴിഞ്ഞു. അത് ഞങ്ങൾ ഇവിടെ ഡബിൾ ക്രോഷ്യ എന്ന് വിളിക്കുന്നു. സോ യാനോവർ ചെയ്യാം. യാനോവർ ഇതിൻ്റെ ഈ സ്റ്റിച്ചിൻ്റെ ഹെഡിൽ ഇൻസേർട്ട് ചെയ്യാം ആൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, വൺസ് അഗെയിൻ യാനോവർ ചെയ്ത് ഈ സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പിലല്ല, ഇവിടെ ഈ വലിയ ഗ്യാപ്പിൽ ഇടുന്നില്ല. ഈ സ്റ്റിച്ചിൻ്റെ ഹെഡിൽ ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്തിട്ട് ഇപ്പം മുകളിൽ നോക്കിയാൽ ഇങ്ങനെ വി കാണും. നമുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ 2 ലൂപ്പ് കിട്ടണം. വി ആയിട്ട് ഇങ്ങനെ 2 കിട്ടണം. ഇതിൻ്റെ ഇടയിൽ കൂടി ഇടാൻ പാടില്ല. ഇങ്ങനെ ഇടയിലിടാൻ പാടില്ല. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മിഡിലായിട്ട് തന്നെ ഇടണം. ഹോളിൽ മുകളിൽ നോക്കിയാൽ വി കിട്ടണം. ചെയിനിൻ്റെ വി കിട്ടണം. ഓക്കെ, ഡബിൾ ക്രോഷ്യ ഇങ്ങനെ ഡബിൾ ക്രോഷ്യ ഇട്ടുകൊണ്ട് പോവാം. ഇത് ലാസ്റ്റ് എത്തുമ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. ഇപ്പോൾ റോ 2 ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ്. 25 സ്റ്റിച്ചസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് സ്റ്റിച്ച് ഈ ഞങ്ങൾ ചെയിൻ 3 ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഫസ്റ്റ് റോയിലെ
ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് സ്റ്റിച്ച് ചെയിൻ 3 ഉണ്ടല്ലോ, അതിൻ്റെ തേർഡ് ചെയിനിൽ ഇപ്പോൾ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തുനിന്ന് നോക്കിയാൽ ചെയിനിനെ കൗണ്ട് ചെയ്യാൻ പറ്റും. 1 2 ആൻഡ് 3. ഇപ്പോൾ അതിൻ്റെ മുകളിലത്തെ സ്റ്റിച്ചാണ്. അപ്പോൾ ഈ ചെയിൻ 3ൽ ഡബിൾ ക്രോഷ്യ ഇടാം. ലാസ്റ്റ് ഈ ചെയിൻ 3ൽ ഡബിൾ ക്രോഷ്യ ഇടാം. ഇതിനെ സ്കിപ്പ് ചെയ്യല്ലേ. അപ്പോൾ കൗണ്ട് ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് 26 സ്റ്റിച്ചസ് ആണ് ഉള്ളത്. ഓക്കെ. പിന്നെ അഗെയിൻ ഇപ്പോൾ ഞങ്ങൾ റോ 2 കംപ്ലീറ്റ് ആണ്. ഫ്ലാറ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ റോ 3ക്ക് കിടക്കുന്നു. റോ 3ൽ സെയിം റോ 3നെ ഇന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ പോവാം. ഓക്കെ. അപ്പോൾ റോ 3ന്ന് റോ 2നെ റിപ്പീറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് റോ 17ഓളം റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ചെയിൻ 3 ഇടാം. ഫസ്റ്റ് ആദ്യം 1 2 ആൻഡ് 3 ഇനി ഞാൻ ഇതിനെ ടേൺ ചെയ്യുന്നു. ഇങ്ങനെ ടേൺ ചെയ്തു. ഇപ്പോൾ ഫ്രണ്ട് സൈഡിലേക്ക് വന്നു. ഞങ്ങൾ ഫസ്റ്റ് റോ 1 റോ 2 ഇനി ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് റോ 3. അപ്പോൾ ഇത് സെയിം സ്റ്റിച്ച് നമ്പർ എല്ലാ റോയിലും സെയിം ആയിരിക്കണം. 25 ഡബിൾ ക്രോഷ്യ പ്ലസ് ചെയിൻ 3. അപ്പോൾ ഞാനിവിടെ ചെയിൻ 3 ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഡബിൾ ക്രോഷ്യ ഇൻറ്റു നെക്സ്റ്റ് സ്റ്റിച്ച്, ഡബിൾ ക്രോഷ്യ ഇൻറ്റു നെക്സ്റ്റ് സ്റ്റിച്ച്, ഇങ്ങനെ ഡബിൾ ക്രോഷ്യ ഇട്ടുകൊണ്ടേ പോവുക. ഇനി ലാസ്റ്റ് എത്തുമ്പോൾ ഈ ചെയിനിൻ്റെ തേർഡ് ചെയിനിൽ ഡബിൾ ക്രോഷ്യ ഇടാം. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ റോ 3യും ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ്. ഇപ്പോൾ എൻ്റെ സ്റ്റിച്ചിങ്ങിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റിച്ച് ഇടാം. റോ 2ൻ്റെ ചെയിൻ 3 ഇവിടെ ഇട്ടത് ഫസ്റ്റ് ഇട്ട് അതിൻ്റെ തേർഡ് ചെയിനിൽ. സോ 1 2 ആൻഡ് 3 1 2 ആൻഡ് 3 അതിൽ തേർഡ് ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. യാൻ ഓവർ ചെയ്ത് കൊണ്ടുവരിക. ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. സോ നെക്സ്റ്റ് ഞാൻ ഫോർത്ത് റോയിലേക്ക് പോകുമ്പോൾ അഗെയിൻ 1 2 3 ചെയിൻ 3 ആൻഡ് ടേൺ ആൻഡ് ഇങ്ങനെ പോവാം. ഇങ്ങനെ റോ 3 റോ 4 റോ 6 എല്ലാം സെയിം മെത്തേഡിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ പോവാം. ഇങ്ങനെ ഫ്ലാറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും.